ആദ്യം രാജ്യ തലസ്ഥാനത്തേക്കാണ്. അവിടെ വലിയ സംഘർഷം നടക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ച് സംഘർഷഭരിതം. CJP നേതാവ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് CJP അറിയിക്കുന്നു. ആവശ്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് നഡ്ഡ ഉറപ്പ് നൽകിയതായും CJP പ്രതിനിധികൾ പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ഡൽഹിയിൽ നിന്ന് B ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, സംഘർഷഭരിതമാണ് രാജ്യ തലസ്ഥാനം. ഈ കേന്ദ്രം ചർച്ച നടത്തിയെന്ന് പറഞ്ഞാണ് അഭിജിത് ദീപ്കെ തുടങ്ങിയ നിരാഹാരം അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു ചർച്ച ഇവരുമായി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച നടന്നുവെന്നാണ് ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ഇതിൻ്റെ ഒരു ടൈം ലൈൻ കൂടി അവർ പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ കേന്ദ്ര സർക്കാർ ഈ ചർച്ചകൾക്ക് തയ്യാറായിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഡൽഹി പോലീസിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ആ ചർച്ച, അതായത് ആരോട് ചർച്ച ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ചില കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഈ ജില്ലാ മജിസ്ട്രേറ്റ്, അതല്ല എങ്കിൽ കേന്ദ്ര തലത്തിലുള്ള ഒരു സെക്രട്ടറി, അതല്ല എങ്കിൽ കേന്ദ്ര സഹമന്ത്രി, ഇവരൊക്കെയായി ചർച്ച നടത്താമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയോ കേന്ദ്ര മന്ത്രിമാരിൽ ആരെങ്കിലും ഒരാളോ, അതായത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരിൽ ഒരാളുമായോ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ CJP ഉറച്ചു നിന്നു. തുടർന്ന് 11 മണിയോടുകൂടിയാണ് JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തങ്ങൾക്ക് അനുമതി ലഭിച്ചത്, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്താമെന്ന കാര്യം സർക്കാർ അറിയിച്ചത് എന്നാണ്, ഡൽഹി പോലീസ് അറിയിച്ചതെന്നാണ് ഇപ്പോൾ ഈ CJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതിനുശേഷം ഈ രണ്ട് നേതാക്കൾ, CJPയുടെ ദേശീയ വക്താക്കളായ സൗരവ് ദാസും അതുപോലെ തന്നെ അഭിജിത് ദംഗയും ഈ നദ്ദയുടെ വീട്ടിൽ പോകുന്നു. നദ്ദയുടെ വീട്ടിൽ ഏതാണ്ട് 2 മണിക്കൂറോളം കാത്തു നിന്നതിന് ശേഷമാണ് ഇവർക്ക് JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതെന്നാണ് ഇപ്പോൾ സൗരവ് ദാസ് പറയുന്നത്. 10 മിനിറ്റോളം ഈ ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് എഴുതി നൽകിയിരുന്നു. അതായത് ഒരു കത്തുണ്ടായിരുന്നു, ആ കത്ത് നദ്ദയ്ക്ക് നൽകിയിരുന്നു. ഇത് ആഭ്യന്തരമായി ചർച്ച ചെയ്തതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, തങ്ങളുടെ CJPയുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കാമെന്ന ഉറപ്പ് നദ്ദ നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ CJP അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ നേരത്തെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടന്നിരുന്നില്ല എന്നാണ്. പക്ഷേ ഇത്രയും വലിയൊരു ടൈം ലൈൻ സർക്കാരിന് ഈ ചർച്ച സംബന്ധിച്ച് CJP വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ആ ചർച്ച നടന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായി ഉള്ളത്. ഏതായാലും പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അതീവ നാടകീയമായ പല സംഭവങ്ങളുമാണ് ഡൽഹിയിൽ അരങ്ങേറിയിരുന്നത്. ഈ സമരം നടത്തിയിരുന്ന CJP പ്രവർത്തകരിൽ ഒരു വിഭാഗം ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവരെ പിരിച്ചുവിടുന്നതിന് പോലീസ് ഈ ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും ഒക്കെ നടത്തിയിരുന്നു. അഭിജിത് ദീപ്കെ നിരാഹാര സമരം അദ്ദേഹം അവസാനിപ്പിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഈ മാർച്ചിന്റെ ഭാഗമാകാൻ പോയ അഭിജിത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ CJP വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ സമരത്തെ അടിച്ചമർത്തുന്നതിന് പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രതിപക്ഷ MPമാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഈ CJP ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ ഈ രേണുക ചൗധരി ഉൾപ്പെടെയുള്ള MPമാർ ഇപ്പോൾ ഈ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാർ ഈ ജന്തർ മന്ദിറിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ജന്തർ മന്ദിർ, അതുപോലെ തന്നെ റെയിൽ ഭവൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് സമീപത്തുള്ള റാഫി മാർഗ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ, നൂറുകണക്കിന് ചെറുപ്പക്കാർ, നൂറുകണക്കിന് യുവാക്കൾ ഈ മാർച്ചിന്റെ ഭാഗമാകാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യ പതാക ഉയർത്തിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇവരെ നേരിടുന്നത് എങ്ങനെയാണ്? അവിടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കഴിയുന്നുണ്ടോ ഡൽഹി പോലീസിന്? ഒരു ഘട്ടത്തിൽ ആര്യ ഈ ഏറ്റവും സെൻസിറ്റീവായ, അതായത് ഈ ഡൽഹിയിലെ ഒരു ഭൂശാസ്ത്രമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഈ പ്രസ് ക്ലബിനും റെയിൽ ഭവനുമൊക്കെ വളരെ അടുത്ത്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ പോലും ദൂരമില്ല ഈ പാർലമെന്റിലേക്ക് എന്ന് പറയുന്നത്. ആ പ്രദേശം വരെ അക്ഷരാർത്ഥത്തിൽ ഈ പ്രതിഷേധക്കാരുടെ കൈകളിലായിരുന്നു. ആ മേഖലകളിലൊക്കെ ഉള്ള പ്രതിഷേധക്കാരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ജന്തർ മന്ദറിനും
പാർലമെന്റിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും, അതായത് കേരള ഹൗസിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരെ എങ്ങനെ പൂർണ്ണമായും പോലീസിന് ഇനി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകും, ഇന്നത്തെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുമോ അതോ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ സമരം ഇനി കടക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 നിർഭയയുടെ ഈ കൂട്ടബലാത്സംഗ കേസിന് പിന്നാലെയായിരുന്നു ഡൽഹിയിൽ ഏറ്റവും വലിയ സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം നടന്നിരുന്നത്. അന്ന് ഉണ്ടായതിന് സമാനമായ തോതിലുള്ള പ്രതിഷേധ സമരങ്ങൾക്കാണ് ഇന്ന് ഡൽഹിയിലെ പല തന്ത്രപ്രധാന മേഖലകളും, അതായത് പാർലമെന്റിന് തൊട്ടടുത്തുള്ള പല മേഖലകളും സാക്ഷ്യം വഹിച്ചതെന്നതാണ് യാഥാർത്ഥ്യം. ശരി, പാർലമെന്റിലേക്ക് നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച്, അതിലാണിപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകും. നോക്കൂ, ലാത്തി വീശി അവരെ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് ഓടിക്കാൻ പരിശ്രമിക്കുകയാണ് ഡൽഹി പോലീസ്. അതിനിടയ്ക്ക് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തി, JP നഡ്ഡയുമായി ചർച്ച നടത്തി എന്നുള്ള വിവരവും CJP നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ബാലു, ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് അനുമതി തേടിയിരുന്നില്ല CJP. അങ്ങനെ ചിലയിടങ്ങളിൽ നിരോധനാജ്ഞ വരെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു കലാപമാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്ന വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ആളുകൾ വന്നു, പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ കൂടുതൽ പ്രതിഷേധക്കാർ അവിടെ എത്തിയോ? ആര്യ, ഇതിന് നമ്മൾ 3 ദിവസം മുമ്പ് ജന്തർ മന്ദിറിലെ കാഴ്ച എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആര്യയുടെ ഈ ചോദ്യത്തിന്. അതായത് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് എത്തിയപ്പോൾ ഏതാണ്ട് 100-150 പേരിൽ താഴെ മാത്രമായിരുന്നു ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ. അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പൊന്നും കൂടാതെ പോലീസിന് സോനം വാങ്ചുക്കിനെ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിനുശേഷം പറഞ്ഞു കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവശേഷിക്കുന്ന ഈ 100 അല്ലെങ്കിൽ 200 ഒക്കെ പേരെ അവരെ കൂടി മാറ്റിക്കൊണ്ട് ഈ സമരം എന്നേക്കുമായി സർക്കാരിന് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളും ഒക്കെ ആയിരുന്നു ഡൽഹിയിൽ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി കാര്യങ്ങൾ പോലീസിൻ്റെയും വിവിധ അന്വേഷണ ഏജൻസികളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ നിരവധി പേരായിരുന്നു ഈ ജന്തർ മന്ദിറിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ പല MP-മാരും ഇന്നലെ ഈ ജന്തർ മന്ദിർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഹൗസിലായിരുന്നു രാത്രി ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ വേണ്ടി പോയിരുന്നത്. ആ സമയത്ത് പോലും, അതായത് ഇന്നലെ ആ കളി കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ ഈ കളി കഴിഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് പോലും ജന്തർ മന്ദിറിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഒഴുകി എത്തുന്നതായിരുന്നു. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് വീണ്ടും ആൾക്കാർ വരുന്ന കാഴ്ചയായിരുന്നു രാവിലെ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു 500-600 പേര് മാത്രം ഉണ്ടാകുന്ന ജന്തർ മന്ദിറിൽ ഇന്ന് 10,000-കണക്കിന് പേരായിരുന്നു രാവിലെ ഒത്തുകൂടിയിരുന്നത്. ആ ഘട്ടത്തിൽ പോലും പോലീസ് കരുതിയിരുന്നത് ഈ ആൾക്കാരെ പൂർണ്ണമായും ജന്തർ മന്ദിറിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ സമരം നേരിടാമെന്നൊരു നിലപാടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ പോലീസ് ബാരിക്കേഡ് സമരക്കാർ മറികടക്കുന്നു. പിന്നീട് ഈ പാർലമെൻറ്റിനെ ലക്ഷ്യമാക്കി അവർ മാർച്ച് ചെയ്യുന്നു. അവിടെയാണ് ഈ കാര്യങ്ങൾ പോലീസിന് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് നമ്മൾ സമീപകാലത്ത് ഒന്നും കാണാത്ത തരത്തിലുള്ള കാഴ്ചകൾക്ക് ഡൽഹിയിലെ പാർലമെന്റിന് മുന്നിലുള്ള പ്രദേശം വേദിയായത്. അതായത് റെയിൽ ഭവനും പ്രസ് ക്ലബിനും സമീപത്തുള്ള പ്രദേശത്തേക്ക് ഈ പ്രവർത്തകർ ഓടിയെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പോലീസ് ഇവരെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ പരാജയപ്പെടുന്നു. തുടർന്ന് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. അങ്ങനെ ഒരു വിവരങ്ങൾ നൽകിയത്.